അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫെബ്രുവരി 40 വാലൻറ്റൈൻസ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു മേക്ക് ഓവറും പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫോട്ടോഷൂട്ട് എന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പുറത്തുനിന്ന് ക്യാമറ ഇറക്കിയിട്ടാണ് ഫോട്ടോഷൂട്ട് നടത്തുന്നത്. പക്ഷേ അല്ല, ഇന്ന് ഭാഗ്യവശാൽ എൻ്റെ ഇത്താത്തൻ്റെ മോള് മടി പിടിച്ചിട്ട് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ അവളെ കൊണ്ട് ഫോട്ടോസൊക്കെ എടുപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റാണ് ഇടുന്നത്. ഇതൊരു അടിപൊളി ഗൗണാണ്, പക്ഷേ ഇത് എൻ്റേതല്ല, ഞാൻ എൻ്റെ ഇത്താത്തൻ്റെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് വാങ്ങിച്ചതാണ്. ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റോസ് വാട്ടർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരുക്കൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നമ്മൾ പുറത്ത് വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കാൻ പോക്കാണ്. പക്ഷേ അല്ല ഗൈസ്, ഹസ്ബൻഡിന് ഇങ്ങനത്തെ പരിപാടിയൊന്നും ആഘോഷിക്കാൻ യാതൊരു താല്പര്യമില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യാനാണെന്നല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മുടെ വാലൻറ്റൈൻസ് ഡേ നമുക്ക് അങ്ങനെ ആഘോഷിക്കാം. ലിപ് ബാം ഇട്ടതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. പിന്നെ അത് നന്നായിട്ട് ബ്ലെൻഡ് ആയതിന് ശേഷം സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നട്ടുച്ച ടൈമാണ് വീഡിയോസ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ലപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. മുഖത്തും കൈക്കൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതും ബ്ലെൻഡ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ കളറായിട്ട് യാതൊരു മാച്ചല്ല. പിന്നെ എന്ത് ചെയ്യാനാണ്, വേറെ ഫൗണ്ടേഷനൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ നമുക്ക് ഇത് വെച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫൗണ്ടേഷനും നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഫൗണ്ടേഷൻ എത്രത്തോളം എൻ്റെ സ്കിൻ ടൈപ്പായിട്ട് മാച്ചാണെന്ന്. അപ്പോൾ ഞാൻ നല്ലപോലെ തുടച്ച് കളയാൻ നല്ലപോലെ പ്രയാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തിരി വെയിറ്റ് കാസ്റ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. ഞാൻ അത് ബ്ലെൻഡ് ആയതിനു ശേഷം എനിക്ക് തന്നെ കണ്ണാടിയിൽ കണ്ടപ്പോൾ എന്താ പോലെ. അപ്പോൾ ഞാനെന്ത് ചെയ്ത് വേഗം പോയിട്ട് ഒരു മുണ്ടെടുത്തിട്ട് അങ്ങ് ആകെപ്പാടെ തോർത്ത് കളഞ്ഞു. പിന്നെ ഇത്ര നേരം ഇട്ടതൊക്കെ അതോടെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ലൂസ് പൗഡർ ഇട്ടെടുക്കാം. ഞാൻ കോമ്പാക്റ്റ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഞാൻ സാധാ ടാൽക്കം പൗഡർ അതുപോലത്തത് ഉപയോഗിക്കാറുള്ളൂ. ഇനി നമുക്കതും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് സ്കാർഫ് ഇട്ടതുകൊണ്ട് തന്നെ പൗഡർ ഇട്ടതിന് ശേഷം സ്കാർഫിലൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. ഞാൻ പുരുകം ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക്കും പുരുകം ഫിൽ ചെയ്താൽ തന്നെ നമ്മൾ മുഖം ആകെപ്പാടെ അങ്ങനെ മാറിക്കിട്ടും. നമുക്ക് പുരുകം ഫിൽ ചെയ്തതിന് ശേഷം ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാകുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇട്ടെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലാകുന്നില്ല. പിന്നെ നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ഐലൈനർ ഞാൻ മാറ്റി വാങ്ങിച്ചതിന് ഇതൊരു വെള്ളം കൺസിസ്റ്റൻസി ആയിട്ടാണുള്ളത്. അപ്ലൈ ചെയ്തിട്ടൊന്നും എനിക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നില്ല. വേഗം ഒലിച്ചങ്ങ് താഴ്ന്ന് പോരാത്തതിന് കണ്ണ് നല്ല ഇറിറ്റേറ്റ് ആകുന്നുണ്ട്. എത്രയോ ഞാൻ ഓരോ സാധനത്തിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അല്ല, ഞാൻ കുറേ നാളുകൾക്ക് ശേഷം കണ്ണെഴുതിയത് കൊണ്ടാണ് എനിക്ക് കുറച്ചൊരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ അങ്ങനെ കണ്ണ് ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാറില്ല. ഞാൻ ജസ്റ്റ് വരക്കുന്നുണ്ടെങ്കിൽ ഒരു വിങ്കഡോ അല്ലെങ്കിൽ മേലെ മാത്രം ഒരു ലൈൻ അങ്ങനെ മാത്രമേ വരച്ചു കൊടുക്കലുള്ളൂ. ഇനി നമ്മുടെ ഫേവറേറ്റ് പാർട്ടായ ലിപ്സ്റ്റിക്ക് ഇട്ടെടുക്കാം. അതിനുശേഷം നമ്മുടെ മേക്കപ്പ് ഓൾവേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കാർഫും ഒന്ന് മാറ്റിക്കൊത്താം. ഞാൻ ഈ ഒരു വൈറ്റ് സ്കാർഫാണ് ഇടുന്നത്. ഞാനൊരു അറബി ടച്ച് ലുക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം സക്സസ്ഫുള്ളായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളെ അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ ആ സ്കാർഫ് വെച്ചിട്ട് തന്നെ അണ്ടർ സ്കാർഫും പിന്നെ അതുതന്നെ മുകളിലാക്കിയിട്ടാണ് ഇട്ടെടുക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ ഏകദേശം എല്ലാം മനസ്സിലാകും. ഇനി അത് രണ്ട് സൈഡും അടിയിലോട്ട് എടുത്തതിന് ശേഷം ഞാൻ അവിടെ ഒരു പിന്ന് കുത്തുന്നുണ്ട്. അതിനുശേഷം ആ ബേക്കിൽ നിന്ന് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടെടുക്കുകയാണ്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ മേക്കപ്പ് ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ബൈ ബൈ.